ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിശദമായ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. ആരോപണ വിധേയനായ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മൊഴി രേഖപ്പെടുത്തും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന സാധ്യതാ ചോദ്യങ്ങൾ നോക്കിയാണ് വീഡിയോ തയ്യാറാക്കിയതെന്ന് ആരോപണ വിധേയനായ അധ്യാപകൻ 24-നോട് പറഞ്ഞു. അതേസമയം താൽക്കാലികമായ പ്രവർത്തനം അവസാനിപ്പിച്ച MS സൊല്യൂഷൻ ഇന്ന് വീണ്ടും യൂട്യൂബ് ലൈവായി. ചോദ്യപേപ്പർ ചോർത്തിയല്ല വീഡിയോ തയ്യാറാക്കിയതെന്ന് ആവർത്തിക്കുകയാണ് MS സൊല്യൂഷനിലെ ഇംഗ്ലീഷ് അധ്യാപകൻ. മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ സാധ്യതാ ചോദ്യങ്ങൾ നോക്കിയാണ് വീഡിയോ തയ്യാറാക്കിയത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അധ്യാപകൻ 24-നോട്. ഇതേ കാര്യങ്ങൾ 6 മണിക്കും 7 മണിക്കും വന്നിട്ടുള്ള മറ്റു പ്രമുഖ യൂട്യൂബ് ചാനലുകളിലെല്ലാം ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ച് പറയുകയും ഇത് പ്രഡിക്ഷനായിട്ട് അവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് MS സൊല്യൂഷനെതിരെ മാത്രം ഈ ആരോപണം വരുന്നത് എന്നൊരു മറുചോദ്യമാണ് എനിക്കവിടെ ചോദിക്കാനുള്ളത്. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഒരു പാരഗ്രാഫ് കോംപ്രഹെൻഷൻ, പിന്നെ ഒരു പോം കോംപ്രഹെൻഷൻ, പിന്നെ അപ്രീസിയേഷൻ, പിന്നെ ഒരു ഔട്ട്സൈഡ് പാരഗ്രാഫ്, ഇങ്ങനെ അത് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രമുഖ ചാനലുകളും അതോടൊപ്പം നമ്മളും ക്വസ്റ്റ്യൻ പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നേരത്തെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ ആ പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VD സുരജ്. MS സൊല്യൂഷനിൽ തുടങ്ങി MS സൊല്യൂഷനിൽ അവസാനിപ്പിക്കാനാണ് സർക്കാർ വിചാരിക്കുന്നെങ്കിൽ അവിടം കൊണ്ടൊന്നും ഇരുതിരില്ല. ശക്തമായ സമര പരിപാടികളുമായി KSU മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം തുടങ്ങി. 24 കോഴിക്കോട്.